ഇവിടെ കുറച്ചധികം മലയാളികൾ നാട്ടിൽ നിന്ന് ഇതേപോലെ തന്നെ പറ്റിക്കപ്പെട്ട് വന്നിട്ട് അവർ എനിക്ക് തോന്നുന്നു 8 ലക്ഷം 10 ലക്ഷം കൊടുത്തിട്ട്, അതും ഇനീഷ്യൽ പേയ്മെൻ്റ് ആണ് കേട്ടോ, ഈ പറഞ്ഞ 8 ലക്ഷം 10 ലക്ഷം, ചിലപ്പോൾ അത് 30-40 ആവാം ഭാവിയിൽ കൊടുക്കാനുള്ളത്. അങ്ങനെ പറഞ്ഞ് ഇവിടെ വന്നിട്ട് അവർക്ക് ഇവിടെ ഒരിക്കലും വിസിറ്റിംഗ് വിസ എന്ന് പറഞ്ഞ് വന്ന ആൾക്കാർ അവർക്ക് വർക്ക് വിസയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഇവിടെ വരുമ്പോൾ അവരെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ ആരും ഉണ്ടായിട്ടില്ല. ഒരു നിങ്ങൾ ആൽക്കഹോളായിട്ട് നിങ്ങൾ മദ്യപിച്ച് വണ്ടി ഓടിച്ച് നിങ്ങളെ ബ്രത്ത് അനലൈസറിൽ പിടിച്ച ഇവിടുത്തെ $10,000 ഫൈൻ. $10,000 എന്ന 6 ലക്ഷം രൂപയാണ് ഫൈൻ നാട്ടിലത്തെ. 6 ലക്ഷം രൂപ നിങ്ങൾ അടക്കണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാതെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കണോ എന്നുള്ളത് നിങ്ങളുടെ ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കയറി വരാനായിട്ടാണെങ്കിലും PR ടൈപ്പുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എൻക്വയറി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ താഴത്ത് കമൻറ്റ് ഇടുക. ആ കമൻറ്റിൽ എന്നിട്ട് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇൻബോക്സിൽ നിങ്ങൾ കൊടുക്കുക. നമുക്ക് അപ്പോൾ ബാക്കി സംസാരിക്കാം. കാനഡയിൽ നമുക്കറിയാം, നമുക്ക് നാട്ടിലത്തെ ഇൻ്റർനാഷണൽ ലൈസൻസ് വെച്ചിട്ട്, അതായത് ഡ്രൈവിംഗ് പെർമിറ്റ് വെച്ചിട്ട് നമുക്ക് 60 ദിവസം വണ്ടി ഓടിക്കാം. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ യു കെയിൽ പക്ഷേ 1 കൊല്ലമാണെന്ന് മാത്രം. അപ്പോൾ ഈ സമയം എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവണം. നാട്ടിലെ പോലെ നമുക്ക് ചുമ്മാ വണ്ടി ഓടിച്ച് കളിക്കാനുള്ള സെറ്റപ്പ് അല്ല. അപ്പോൾ ആദ്യത്തെ ഒരു 1 ഇയർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ കാനഡയിൽ 60 ദിവസമാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി ഓടിക്കാനുള്ള ഇതില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ്, അല്ലെങ്കിൽ യു കെയിലാണെങ്കിൽ അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് എടുത്തേ പറ്റൂ. ഇപ്പോൾ പറയാനുള്ള കാരണം എന്ന് പറയുമ്പോൾ, ലാസ്റ്റ് ദിവസത്തിൽ ഒരു മലയാളിയായിട്ടുള്ളൊരു ലേഡിക്ക് യു കെയിൽ 4 കൊല്ലത്തെ ജയിൽ ശിക്ഷയാണ് വിധിച്ചിരുന്നത് അവിടുത്തെ കോർട്ട്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, അവിടെ പുള്ളിക്കാരി ആദ്യത്തെ 1 കൊല്ലം ഇതേപോലെ നാട്ടിലത്തെ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് വെച്ച് വന്നു, വണ്ടി ഓടിച്ചു. അത് കഴിഞ്ഞിട്ട് ആ 1 ഇയർ കഴിയുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ യു കെയിലത്തെ ഡ്രൈവിംഗ് വേണ്ടതാണ്. പക്ഷേ പുള്ളിക്കാരി അതെടുത്തില്ല, അത് വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഡ്രൈവിംഗ് ഇല്ലാഞ്ഞിട്ടും പുള്ളിക്കാരി അവിടെ ഒരു പെഡസ്ട്രിയനെ, ഒരു സൈക്ലിസ്റ്റിനെ ആരാണ്ട് വണ്ടി ഇടിച്ചിട്ട് ഏറ്റവും വലിയ തെറ്റ് സംഭവിച്ചത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി നിർത്താതെ പോയി അടുത്തൊരു സിഗ്നൽ വരെ പോയി. അവസാനം സംഭവിച്ചതെന്ന് വെച്ചാൽ ആ പുള്ളിക്കാരി അവിടെ മരണപ്പെട്ടു. അപ്പോൾ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ, ആക്സിഡൻറ്റ്സ് ആർ ഓൾവേസ് ആക്സിഡൻറ്റ്സ്. നമുക്കത് എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം. നമ്മൾ എത്ര കെയർഫുൾ ആണെങ്കിൽ കൂടിയും നമ്മൾക്ക് ആക്സിഡൻറ്റ്സ് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, നമുക്ക് എത്ര വിചാരിച്ചാലും. പ്രത്യേകിച്ച് കാനഡയിലൊക്കെ സ്നോയി വെതറൊക്കെയാണ്, നമുക്ക് നമ്മുടെ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ട്, അതിനപ്പുറം എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ആക്സിഡൻറ്റ് സംഭവിക്കാം. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പം ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ പോലും നമുക്ക് എല്ലാം നമുക്ക് ഇൻഷുറൻസും കാര്യങ്ങളും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡ്രൈവിംഗ് ലൈസൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതുണ്ടെങ്കിൽ മാത്രമേ ആ ഇൻഷുറൻസ് ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ വാലിഡ് ആയിട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ തന്നെ പണ്ട് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിട്ട്, അതായത് ചെറിയ കുട്ടീനെയൊക്കെ വണ്ടി ഇടിച്ച് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നിർത്താതെ പോയി, എന്നിട്ട് ആ കുട്ടി മരിച്ചോ എന്നുള്ള കാര്യം ഓർക്കണില്ല. അപ്പോൾ അങ്ങനെ എന്താ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്താ, ഇവർ 1 മില്യണും 2 മില്യണും ഒക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത്, സൂ ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ ഇൻഷുറൻസുകാർ ഇൻഷുറൻസ് ഇല്ലതാനും അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ കോർട്ട് ഈ പറഞ്ഞ പോലെ ഒരു വിധി വിധിക്കും. ഡിപ്പെൻസ് ആണ് ഓരോ കേസ് അനുസരിച്ച്. നമ്മൾ ആക്ച്വലി ഇത്ര എമൗണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അവർക്ക്. കാരണം കോർട്ടാണ് നമ്മളോട് പറഞ്ഞ ഇത്ര എമൗണ്ട്. അപ്പോൾ ഇത്ര ഈ 1 മില്യൺ എമൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ റേസ് ചെയ്യാനായിട്ട് ഒറ്റയടിക്ക് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒറ്റയടിക്കുന്നല്ല, കാരണം നാട്ടിലെ പോലെ എനിക്കറിയില്ല. $1 മില്യൺ Canadian ഈസ് 6 crore Indian rupees. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം, 4 കൊല്ലത്തെ തടവാണ് കിട്ടിയത്. മെയിനായിട്ട് അവിടെ കോടതി എടുത്ത് കാണിച്ചത് വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയി. അതായത് നിങ്ങൾ പാനിക്കാവും നമുക്കറിയാം, പക്ഷേ ഇവിടെ പലപ്പോഴുമായിട്ട് കണ്ടുവരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കിവിടെ G എന്നുള്ള പറഞ്ഞ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മിനിമം ലെവൽ ഓഫ് ആൽക്കഹോൾ കുടിച്ച് വണ്ടി ഓടിക്കാം. പക്ഷെ എന്നാൽ കൂടിയും നമുക്ക് ആ ആൽക്കഹോളിൻ്റെ ലിമിറ്റൊക്കെ മറന്ന് വണ്ടി ഓടിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു വണ്ടിയൊക്കെ ഇടിച്ച് പാനിക്കായിട്ട് നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, ഇതിൻ്റെ പുറകിൽ വാല് പോലെ പോലീസുകാരും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ വരും. ലാസ്റ്റ് അതിൻ്റെ കോൺസിക്വൻസസ് നമ്മൾ മാത്രം ഉണ്ടാവുള്ളൂ നേരിടാൻ. അപ്പോൾ 4 കൊല്ലം യു കെയിൽ അങ്ങനെ ഒരു ശിക്ഷ കിട്ടി. അപ്പോൾ ആ ശിക്ഷ കിട്ടിയാൽ പ്രശ്നം എന്ന് വെച്ച് കഴിയുമ്പോൾ, നമ്മൾ പ്രത്യേകിച്ച് ഇതേപോലെ ടെമ്പററി പെർമിറ്റിലാണെങ്കിൽ നമുക്ക് പിന്നീടായിട്ട് നമ്മുടെ PR-ഉം സിറ്റിസൺഷിപ്പിൻ്റെ കാര്യമൊക്കെ പോക്കാം. അപ്പോൾ അത് മൈൻഡിൽ വേണം. 4 കൊല്ലം കേട്ടോ, 4 കൊല്ലം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ച് മാത്രമേ ഉള്ളൂ, വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക. ആൽക്കഹോൾ കണ്ടൻറ്റും, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെങ്കിൽ എത്ര നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾ നിർബന്ധിച്ചാൽ കൂടിയും നിങ്ങൾ വണ്ടി എടുക്കരുത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാം. അതാണ് ആദ്യത്തെ പറയാനുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റീസെൻ്റ്ലി കേട്ടൊരു ന്യൂസ് ആയിരുന്നു, അതായത് കുവൈറ്റിൽ നിന്ന് കുറച്ചധികം നേഴ്സുമാർ, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് നേഴ്സസ്, അതായത് അവിടെ നിന്ന് ലോൺ എടുത്തിട്ട്, കുവൈറ്റ് ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്ന് ലോൺ എടുത്തിട്ട്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് നമ്മുടെ നാട്ടിലോട്ട് പോകുന്നു എന്നുള്ളത്. അതെന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലവർ, നമുക്ക് ക്രെഡിറ്റ് കാർഡും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ എന്താ പറയണ്ടേ, കുറച്ച് എമൗണ്ടോ അങ്ങനെയൊന്നും അല്ല. അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് എന്ന് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ഒരു ഇത്ര എമൗണ്ടിന് മുകളിൽ
മുകളിൽ പോകണമെങ്കിൽ നമുക്ക് എന്താ പറഞ്ഞ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഇതോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഈട് വെക്കുകയൊക്കെ ചെയ്യണം. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ ഒരു ഇത്ര എമൗണ്ട് വരെ നമുക്ക് പൈസ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇതുപോലെ പൈസ എടുത്തുകൊണ്ട് പോയ, അതായത് കുവൈറ്റിൽ നിന്ന് പൈസ പിൻവലിച്ച് നാട്ടിലോട്ട് എടുത്തുകൊണ്ട് പോയ നേഴ്സസ്, അതെ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായി. അപ്പോൾ എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ തവണയൊന്നും ചിലപ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ പുറകെ ഗവൺമെൻറ്റിന് നടക്കാനൊന്നും സമയം ഉണ്ടായെന്ന് വരില്ല. കാരണം വളരെ കുറച്ച് എമൗണ്ട് ഒക്കെ ആണെങ്കിൽ, കുറച്ച് എമൗണ്ട് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിന് കുറച്ച് എമൗണ്ട് ആയിരിക്കും, പക്ഷെ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അത് കുറച്ചധികം, അതായത് ചിലപ്പോൾ 8 lakhs 10 lakhs എബവ് ആയിരിക്കാം അത്ര എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാർ. പക്ഷേ ചില സമയത്ത് പ്രോബ്ലം ഉണ്ടല്ലോ. പക്ഷേ ചില സമയത്ത് ഇപ്പോൾ ഈ പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ എത്ര കോടിക്കണക്കിന് രൂപയാണ് അവർ എടുത്തിട്ട് പോയത്. അതായത് അവർ കൊണ്ടുപോയത് ഓരോ ആൾക്കാർ അറ്റ്ലീസ്റ്റ് 50 lakhs കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി അവർ നാട്ടിൽ സെറ്റിൽ ആവാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്താ സംഭവിച്ചാൽ എന്താ പറയുക, അവരുടെ പുറകേലും അത് തപ്പി അവരുടെ നാട്ടിൽ വന്നു. ഇത്രയധികം ആൾക്കാരെ FIR ഫയൽ ചെയ്തു. നാട്ടിൽ അവരുടെ കാര്യം പോക്കാം. അതെ, കാരണം പണ്ടെന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ 1-2 ആൾക്കാരൊക്കെ ചെയ്യണം. ഇപ്പം എല്ലാത്തിനെ കുറിച്ച് കൂടുതൽ ഈ സ്കാം ആണെങ്കിൽ ഒരുപാട് പേർക്ക് അറിയാം. അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ട് എല്ലാവരും വിചാരിക്കണമെന്ന് വെച്ചാൽ ചെയ്തുകൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കില്ല എന്നൊരു ചിന്തയുണ്ട്. പക്ഷെ അത് ഭയങ്കര റോങ് ആണ്. കാരണം ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനും അത് കണക്ട് ചെയ്യാനും ഒക്കെ ഉള്ള നിസ്സാര കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഇത് പറഞ്ഞാൽ ഇത് ഇൻ്റർനാഷണൽ ഇഷ്യൂ ആയിട്ട് വരുമ്പോഴേക്കും നമുക്കിപ്പോൾ ഈ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങളൊന്നും വരാതെ ഊരിയെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഇൻ്റർനാഷണൽ ഇഷ്യൂ ആകുമ്പോഴേക്കും അത് ഗവൺമെൻറ്റിനും ഒരു പ്രഷർ വരും അതിനകത്ത്. ഇതിപ്പോൾ ഞങ്ങളിവിടെ പറയാനായിട്ട് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഒരുപാട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അവർ വർക്ക് പെർമിറ്റും സ്റ്റഡി പെർമിറ്റും അതൊക്കെ എക്സ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരുപാട് പിള്ളേർ നാട്ടിൽ പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സർക്കിളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അല്ലാത്ത സർക്കിളിലാണെങ്കിലും കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നമ്മളിവിടെ ക്രെഡിറ്റ് കാർഡ്, ഇവിടുത്തെ കാനഡയിലൊക്കെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ 5 ലക്ഷം 10 ലക്ഷത്തിൻ്റെയൊക്കെ ക്രെഡിറ്റ് കാർഡാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡൊക്കെ മാക്സിമം യൂസ് ചെയ്ത് നമ്മൾ നാട്ടിൽ പോവുക, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ കാറിൻ്റെ പേയ്മെൻറ്റ് അതൊക്കെ എത്രയുണ്ടെങ്കിൽ അതൊന്നും നടക്കാതെ നാട്ടിൽ പോവുക, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലൊക്കെ ഉണ്ട് ആൾക്കാരുണ്ടെങ്കിൽ. കാരണം അതൊക്കെ ലക്ഷക്കണക്കിനുള്ള പൈസയുള്ളൊരു ഇതാണ്. അപ്പോൾ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അതൊന്നും നിങ്ങൾ അടക്കണ്ട, അതൊക്കെ അങ്ങനെ എഴുതിത്തള്ളിക്കോളും. എഴുതിത്തള്ളിയാൽ നിങ്ങൾക്ക് ഭാഗ്യം, അതിലൊന്നും പറയാനില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സെനാരിയിൽ പണ്ട് US ഇതേപോലത്തെ ഒരു കേസ് വന്നിട്ടുണ്ട്, ഒരു മലയാളിയുടെ കേസ്. ഇതേപോലെ നാട്ടിൽ നിന്ന് ഇവിടെ US നിന്ന് ഇതേപോലെ ബാങ്കിൽ നിന്നും ഇതൊക്കെ ആയിട്ട് പറ്റിച്ചിട്ട് പോയിട്ട് നാട്ടിൽ വരെ ആ പോലീസ് പുറകിൽ വന്നൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചാൻസസ് ഇപ്പോൾ ഒരുപാട് പിള്ളേർ എക്സ്പയർ ആവാനുള്ള കാര്യം കൊണ്ടും ഒരു മിസ്ഇൻഫോർമേഷൻ എല്ലാവരുടെ ഇടയിൽ സ്പ്രെഡ് ആവുന്നുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഡെറ്റ് ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, നിങ്ങൾ എഴുതിത്തള്ളാവുന്ന ടൈപ്പുള്ള ഡെറ്റൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ചിലപ്പോൾ കൺസിഡർ ചെയ്തേക്കാം. അല്ലാതെ നിങ്ങൾ മാക്സിമം സ്കാം ചെയ്ത് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് പോകണമെങ്കിൽ അതിൻ്റെ പുറകേൽ വാല് പോലെ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നാട്ടിൽ അതിനുള്ള ഒരു ലോ ആൻഡ് ഓർഡറിൽ അതിനനുസരിച്ചുള്ളൊരു കേസും കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഹെഡ്സപ്പ് പോലെ പറഞ്ഞെന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് ആ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആ റിസ്ക് എടുക്കാം. ഇത് ഞങ്ങളുടെ ഒരു അവയർനെസ് പോലെ ഇപ്പോൾ നടന്നൊരു ഇഷ്യൂ, ഇപ്പോൾ നാട്ടിൽ FIR നടക്കുന്ന ഒരു ഇഷ്യൂവിനെ പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ ആരെങ്കിലോ നിങ്ങളെ ഒരു മിസ്ഇൻഫർമേഷൻ തന്ന് ആവശ്യമില്ലാത്ത കാര്യത്തിന് പ്രേരിപ്പിച്ചാൽ നിങ്ങൾ ഒരിക്കലും വേറൊരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലോട്ട് നിങ്ങൾ ഇതെല്ലാം. പിന്നെ അതുപോലെ തന്നെയുള്ള വേറൊരു സ്കാമാണ് ഇത്. ഇതിനെപ്പറ്റി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട്, അതെ, പലവട്ടം പറഞ്ഞതുമാണ്. അതുപോലെ തന്നെ പലവട്ടം നമുക്ക് നമ്മളിപ്പോൾ വീഡിയോസിൽ ഇട്ടാൽ പോലും പലരും ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഇൻക്വയറി ചോദിച്ചുകൊണ്ട് നമുക്ക് എപ്പോഴും മെസ്സേജും കാര്യങ്ങളും വരാറുണ്ട്. അത് വിസിറ്റിംഗ് വിസയുടെ കാര്യം തന്നെയാണ്. അതായത് കാനഡയിലോട്ടുള്ള എങ്ങനെയും ഒരു വിസ ഒന്ന് ഒപ്പിച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടണു, പെട്ടെന്ന് തന്നെ പെർമനൻറ്റ് റെസിഡൻസി കിട്ടണു. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു സംഭവമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, ഫാസ്റ്റ് പ്രോസസ്സ്. അതിപ്പോൾ ഈവൻ നമ്മുടെ നാട്ടിൽ നിന്ന് PR-ന് എലിജിബിൾ ആയാൽ പോലും അതിനും ഒരു ടൈമൊക്കെ ഉണ്ട്. നാട്ടിൽ പോലും PR എലിജിബിൾ ആയിട്ട് പിന്നെ 1 to 2 years എടുക്കും ഇവിടെ കാനഡയിലോട്ട് എത്താനായിട്ട്. അതുകൂടാതെ തന്നെ പലരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിറ്റിംഗ് വിസ റെഡിയാക്കി തന്നിട്ട് ഉടനെ തന്നെ ഇവിടെ വന്നിട്ട് അവർ തന്നെ വർക്ക് വിസയിലോട്ട് മാറ്റി തരുമെന്നോ, പിന്നെ അതുപോലെ തന്നെ വർക്ക് വിസയിൽ നിന്ന് പെർമനന്റ് റെസിഡൻസി ആക്കി തരുമോ. ഇതൊന്നും നമ്മൾ, കാരണം ഇവിടെ ഒരുപാട് കുട്ടികൾ പഠിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്കറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ റിയൽ ആയിട്ടുള്ള സംഭവം എന്താണെന്ന് മനസ്സിലാവും. അവർ തന്നെ പറഞ്ഞു തരും നിങ്ങൾക്ക്. കാരണം ഒരുപാട് പേര് ഇവിടുന്ന് എന്തുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ട് പഠിക്കാൻ വന്നേക്കുന്ന ആൾക്കാർ തിരിച്ചു പോകാനായിട്ട്, കാരണം അവർക്ക് പെർമനന്റ് റെസിഡൻസി കിട്ടാതെ പോകേണ്ട ഒരു അവസ്ഥ വരുന്നു. അതും ഇവിടെ 2 years കോഴ്സ് പഠിച്ച് പ്ലസ് ഒരു 1 or 2 years എക്സ്പീരിയൻസ്, കനേഡിയൻ എക്സ്പീരിയൻസ് ഉള്ളവരാണ് നിങ്ങളുടെ പറയുന്നത് നാട്ടിനെ വിസിറ്റിങ്ങിന് ഒന്ന് PR എടുത്ത് തരാന്നുള്ളത്. ശരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുന്ന കാര്യം, വിസിറ്റിംഗ് വിസ എന്നുള്ള ഒരു ക്രൈറ്റീരിയയിൽ ഒരു വർക്കിംഗ് റൈറ്റ്സ് നിങ്ങൾക്കില്ല. ഏത് രാജ്യത്ത് എടുത്താലും, ഈവൻ ഏത് രാജ്യത്ത് എടുത്താലും നിങ്ങൾക്ക് ഒരു വർക്കിംഗ് റൈറ്റ്സ് ശരിക്കും പറഞ്ഞാൽ അതിലില്ല. അതിൽ ചുമ്മാ ആവശ്യമില്ലാത്തൊരു ലൂപ്പ് ഹോൾ പോലെ ആവശ്യമില്ലാത്തൊരു കാര്യങ്ങൾ. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളാണെങ്കിലും ജോബ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്
നമുക്ക് കുറച്ച് ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. അതിനകത്ത് നിങ്ങളിപ്പോൾ ഏതാണ് സ്റ്റുഡൻറ്റ് വിസ അല്ല വർക്ക് വിസയിലാണോ നിൽക്കുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് റെസിഡൻ്റ് ആണോ, കനേഡിയൻ സിറ്റിസൺ ആണോ, ഇങ്ങനെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്തുള്ളത്. അപ്പോൾ അതിനകത്ത് ഒരിക്കലും ഒരു വിസിറ്റിംഗ് വിസയിൽ വന്നേക്കണ ഒരാളുടെ കാര്യമേ ചോദിക്കണില്ല. വിസിറ്റിംഗ് വിസ എന്ന് പറയുമ്പോൾ അത് വിസിറ്റ് ചെയ്യാനുള്ള പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ പറയാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഇവിടെ മലയാളി, ഞങ്ങൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ കാര്യമാണോ അന്ന് കുറച്ചും കൂടി എംഫസൈസ് ചെയ്ത് ഞങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ കുറച്ചധികം മലയാളികൾ നാട്ടിൽ നിന്ന് ഇതേപോലെ തന്നെ പറ്റിക്കപ്പെട്ട് വന്നിട്ട് അവർ എനിക്ക് തോന്നുന്നു 8 ലക്ഷം 10 ലക്ഷം കൊടുത്തിട്ട്, അതും ഇനീഷ്യൽ പേയ്മെൻ്റ് ആണ് കേട്ടോ, ഈ പറഞ്ഞ 8 ലക്ഷം 10 ലക്ഷം, ചിലപ്പോൾ അത് 30-40 ഒക്കെ ആവാം ഭാവിയിൽ കൊടുക്കാനുള്ളത്. അങ്ങനെ പറഞ്ഞ് ഇവിടെ വന്നിട്ട് അവർക്ക് ഇവിടെ ഒരിക്കലും വിസിറ്റിംഗ് വിസ എന്ന് പറഞ്ഞ് വന്ന ആൾക്കാർ അവർക്ക് വർക്ക് വിസയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയുള്ള, അവർക്ക് ഇവിടെ വരുമ്പോൾ അവരെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ ആരും ഉണ്ടായിട്ടില്ല. എന്നിട്ട് അവർക്ക് ചിലവിന് കൊടുത്തത് ഇവിടുത്തെ ഒരു മലയാളി അസോസിയേഷനാണ്. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, കാരണം ആൾക്കാരുടെ ഡീറ്റെയിൽസോ അസോസിയേഷൻ്റെ ഡീറ്റെയിൽസോ ഒന്നും നമുക്കത് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ അവർക്ക് അല്ല, എന്നിട്ട് അവർക്കത് കൊടുത്തിട്ട് അവർക്ക് ചിലവിന് വരെയും ഒരു 2 ആഴ്ച കൊടുക്കേണ്ട ഒരു അവസ്ഥ ഇവിടെ ആൾക്കാർ പിരിച്ചു കൊടുത്തിട്ട് അവർക്ക് തിരിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് വരെയും പിരിച്ചു കൊടുത്ത് തിരിച്ചവരെ കയറ്റി അയക്കുകയും ചെയ്തത്. അപ്പോൾ ആദ്യം അവർ ഇനീഷ്യലി കൊടുത്ത 10 ലക്ഷം എന്തായി, അത് കളഞ്ഞുപോയി. അത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഏജൻസിന്നോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്ന കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇതിനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ ഒരു വിസ റൂട്ട് ലീഗലാണോ, ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു വക്കീലോ ഒരു ചേട്ടനോ പറഞ്ഞുകൊണ്ട് മാത്രമായില്ല. കൃത്യമായിട്ട് അതിന് റൂട്ട് ഉണ്ടാവണം, ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവണം. അല്ലാതെ ഞങ്ങളടുത്ത് ചോദിച്ചാലോ വേറൊരാളടുത്ത് ചോദിച്ചാലോ, ഇപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ കൂടിയും ചുമ്മാ ആൾക്കാരെ മിസ്ഇൻഫർമേഷൻ തരാം, അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് നിങ്ങളെ യൂസ് ചെയ്യാം. ഒരുപാട് ആൾക്കാർ ഇന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ചുമ്മാ ഒരാൾ പറഞ്ഞുകൊണ്ടോ, നിങ്ങൾക്ക് ഡ്രീം ഉണ്ടാവാം, പക്ഷേ ഡ്രീം എന്ന് പറഞ്ഞത് റിയാലിറ്റി അല്ല. അപ്പോൾ അതുകൊണ്ട് ഡ്രീം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളത് ലീഗൽ റൂട്ടിൽ തന്നെ ചെയ്യണം. ലീഗൽ റൂട്ടിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് വേറെ ഉണ്ടാവും. ഇപ്പോൾ കാനഡ മാത്രമല്ല, ചിലപ്പോൾ UK ആയിരിക്കാം, ചിലപ്പോൾ അയർലൻഡ് ആയിരിക്കാം, ഏതെങ്കിലും ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ അമേരിക്കയിലോ അല്ലെങ്കിൽ ഇവിടെ ഓസ്ട്രേലിയയോ എവിടെ ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും ഈ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടേതായ ബേസിക് റിസർച്ച് കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അതുകൂടാതെ തന്നെ നമ്മൾ എപ്പോഴും ലീഗലി ആയിട്ടുള്ള ആ ഒരു പാത്ത് വേ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യണം. ലാസ്റ്റത്തെ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇത് പറയണോ വേണ്ടതെന്ന് ഞങ്ങൾ ചിന്തിച്ച ഒരു കാര്യമാണ്. പക്ഷേ ഒരു പറയണം എന്ന് തന്നെ തോന്നി. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യക്കാർക്കും പ്രത്യേകിച്ച് നമ്മുടെ മലയാളീസിനൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടേക്കുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മളെ പുറത്ത് പോകുമ്പോൾ അതേ ബിഹേവിയറിൽ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗവൺമെൻറ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്, ഗവൺമെൻറ്റിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പോൾ, ഞാൻ ഇവിടെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് പല ആൾക്കാരായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യേണ്ടി വരും, കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു ഇൻസിഡൻസാണ്. അതായത് ഒരാൾക്ക് ഒരു വീട് പണിയണം, വീട് ഓൾറെഡി ഉണ്ട്, വീട് പണിയാനല്ല, വീട് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഓൾറെഡി അവർക്ക് ലീഗലി ഓരോ വീടുകൾക്കും ഓരോ സിറ്റിയിൽ, ഇപ്പോൾ ഇന്ന സിറ്റിയിലാണെങ്കിലും ഇത്ര കാർ ഇടാം, അല്ലെങ്കിൽ ഇത്ര ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോട്ട് കയറാനുള്ള ഡ്രൈവേക്ക് ഇത്രയും ഒരു ഇത്, അതിനൊക്കെ ഒരു പ്രത്യേക ലോയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നാട്ടിലെ പോലെ നമുക്ക് എത്രത്തോളം നമ്മുടെ പ്രോപ്പർട്ടിയിൽ ചെയ്യാമെന്നുള്ള ക്രൈറ്റീരിയ അല്ല. അപ്പോൾ പുള്ളി ചോദിച്ചൊരു കാര്യം എന്ന് പറയുമ്പോൾ, എനിക്ക് പുള്ളിയുടെ പേര് കണ്ടപ്പോഴേ എനിക്ക് മലയാളിയായിട്ട് തോന്നി. ഞാനപ്പോൾ അതിന് കൂടുതൽ സംസാരിച്ചില്ല. പക്ഷേ പുള്ളിയുടെ ഇതെന്ന് പറയുമ്പോഴേക്കും അവർക്ക് ഓൾറെഡി വീട്ടിൽ 4 കാർ ഇടാനുള്ള ഒരു അവസരമുണ്ട്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് കൂടിയും പുള്ളിക്കാരൻ പറയണ കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്ക് എക്സ്ട്രാ കാർ ഇടണം. അപ്പോൾ നോക്കുമ്പോഴേക്കും, അപ്പോൾ ഞങ്ങൾ വീട്ടിൽ അവിടെ നോക്കിയപ്പോഴേക്കും പുള്ളിക്ക് ഓൾറെഡി ഗരാജ് ഉണ്ട്. അതായത് 4 കാർ പുറത്തിടാം, ഗരാജിൽ 2 കാർ ഇടാം. അപ്പോൾ ഈ ഗരാജിൽ പുള്ളി ഓൾറെഡി പുള്ളിയുടെ സ്റ്റോറേജ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇട്ടേക്കണം. 6 കാർ ഓൾറെഡി ഇടാം, എന്നിട്ടും പുള്ളിക്ക് കാർ കൂട്ടണം. അപ്പോൾ അതിന് പുള്ളി ചോദിച്ചൊരു കാര്യം എന്ന് പറയുമ്പോഴേക്കും, നമുക്ക് പൈസ കൊടുത്താൽ എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ, പൈസ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഇത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ ആക്കി തരാൻ പറ്റുമോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ വേറൊരു രാജ്യത്ത് നമ്മൾ ചെന്നിട്ട് നമ്മൾ ചിലപ്പോൾ എൻ്റെ മലയാളിയാണെന്നും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. എന്നാൽ കൂടിയും, അല്ലെങ്കിൽ വേറെ ആളുടെ അടുത്താണെങ്കിൽ കൂടിയും, ഇവിടെ എനിക്കറിയാവുന്ന എൻ്റെ കൊലീഗിൻ്റെ അടുത്താണെങ്കിലും പുള്ളി മെയിൽ അയച്ചതെന്ന് പറയുമ്പോൾ, നമുക്ക് ഇത് ഇങ്ങനെയൊക്കെ നിങ്ങൾ ലോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ലോ ഇങ്ങനെ മാറ്റേണ്ടതല്ലേ, അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ ആവശ്യം പറഞ്ഞനുസരിച്ച് ഞങ്ങൾക്കുള്ള ആവശ്യം, ഇങ്ങനെയൊക്കെയാണ്. അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരുമാതിരി ഓരോ എന്തെങ്കിലുമൊക്കെ പറയണ പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതായത് ഇവർക്ക് ഒരു ലോ ഉണ്ട്, അത് ഒരാൾക്ക് വേണ്ടി നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. അത് എത്ര നമ്മൾ ഇവിടെയൊക്കെ വന്നാൽ പോലും, എത്ര പഠിക്കാൻ വന്നാലും, എത്ര പിയറിറ്റി വന്നാലും, നമ്മൾ ഇവിടുത്തെ ഒരു ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മളൊരു സ്ഥലത്ത് പോയി ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ലോ ബെൻഡ് ചെയ്ത് തരാൻ പറ്റുമോ, അത് ഒരു കാറ് കൂടുതലിടാനായിട്ട്, ഇതൊക്കെ വളരെ നമുക്കിപ്പോൾ ഒരു സിസ്റ്റവും കാര്യങ്ങളുണ്ട്. ആ സിസ്റ്റം ഫോളോ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാളാണെങ്കിലും കുറച്ച് നാൾ നമ്മളിപ്പോൾ നിൽക്കുന്ന കൺട്രി ആണെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ടോ, അല്ലെങ്കിൽ നമുക്കാണെങ്കിലും ഓക്കെ ഒരു സേഫായിട്ടും നമ്മളെ ആരും എക്സ്പ്ലോയിറ്റ് ചെയ്യണില്ല എന്നോ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ നമ്മളായിട്ട് തന്നെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഓക്കെ നാട്ടിൽ നിന്ന് എന്തുകൊണ്ട് നമ്മൾ ഒരു ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയാണ് വേറൊരു രാജ്യത്ത് വന്നത്. അപ്പോൾ നമ്മൾ അന്ന് നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങളൊക്കെ പിന്നെയും ഒരു പുതിയ കൺട്രി വന്നിട്ട് അത് ഇംപ്ലിമെൻറ്റ്
ഡിപ്പെൻഡ് ചെയ്യാൻ നോക്കുന്നു. ഒന്നാമത്തെ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഷെയിം ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇമിഗ്രേഷന് ഇന്ത്യക്കാരും കാര്യങ്ങളൊക്കെ എതിരാണ്. ഇമിഗ്രേഷൻ്റെ കാര്യത്തിൽ ഇവിടെ എന്നല്ല UK-ലും പല രാജ്യത്തും ഇമിഗ്രേഷനെതിരാണ്, ഇന്ത്യക്കാർക്കെതിരായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളൊരു വലിയൊരു ഓർഗനൈസേഷനിൽ നമ്മൾ ഒഫീഷ്യലി മെയിൽ അയക്കുക, എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ, ഇതിന് വേറെ വല്ല വകുപ്പുണ്ടോ, എന്ത് വകുപ്പാണോ വെക്കേണ്ടത്, നമുക്ക് ആ ഉള്ള ലീഗൽ പാത്ത് അല്ലാതെ അത് കൃത്യമായിട്ട് എല്ലാവരും വെബ്സൈറ്റിൽ, ഇപ്പോൾ എന്ത് ഗവൺമെൻറ് ഒഫീഷ്യൽ വെബ്സൈറ്റിലാണെങ്കിലും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ ഇനി ഒരാൾ ബെൻഡ് ചെയ്യിപ്പിച്ച് അപ്പോൾ അത് ബാക്കിയുള്ളവരും ചോദ്യം ചെയ്യുന്ന ആളെ എനിക്ക് എന്തുകൊണ്ടും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം നിങ്ങളാണെങ്കിൽ കൂടിയും, ഇതിപ്പോൾ ചിലപ്പോൾ കാണുന്നത് ആരോ ആയിക്കോട്ടെ, നിങ്ങളാണെങ്കിൽ കൂടിയും ഒരു ഗവൺമെൻറ് ഓഫീസിൽ പോയിട്ടും അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഓഫീസിൽ പോയിട്ടും നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ വിത്തിൻ ദ ലോ ആണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുന്നത് തെറ്റില്ല. പക്ഷേ ഔട്ട്സൈഡ് ഓഫ് ദ ലോ നിങ്ങൾക്ക് എന്തെങ്കിലും നാട്ടിലെ പോലെ വല്ല കൈമടക്ക് തന്നിട്ട് ചെയ്തു തരാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി മാത്രമായിട്ട് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന സെറ്റപ്പിൽ നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും എന്താ പറയുക, അറ്റ് ലാസ്റ്റ് എന്തെങ്കിലും ഒരു കേസിൽ നിങ്ങൾ പെട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു സംഭവം ഇപ്പോൾ ഒരു മെയിൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം ഒരാൾ മാത്രം ഹാൻഡിൽ ചെയ്യണോ ഡീൽ ചെയ്യണതൊന്നും അല്ല ആക്ച്വലി. കാരണം അതെ, പല ആൾക്കാരെ മെയിൽ ബോക്സിലേക്ക് പോകുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ പല ആൾക്കാരെ മെയിൽ ബോക്സിലേക്ക് പോകുന്നത് മാത്രമല്ല, പല ഡിപ്പാർട്ട്മെന്റുകളിൽ ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് വരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് കുറച്ചൊക്കെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് വേണം നമ്മൾ ഒരു കാര്യങ്ങൾ ഒരു പ്രൊഫഷണലി കുറച്ച് നല്ല ഫോർമലി ഒക്കെ വേണം നമ്മൾ ഒരു കാര്യങ്ങൾ ആവശ്യപ്പെടാനും ഒക്കെ. അതിന് വേണ്ടിയാണ് ഓരോ ഗവൺമെന്റ്, ഓരോ സിറ്റിയിലാണെങ്കിലും ഓരോ ഗവൺമെന്റ് ഓഫീസസിലാണെങ്കിലും ഇങ്ങനത്തെ പോളിസീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നാളെ ഒരു മെയിൽ അയച്ചാൽ പോലും നേരിട്ടൊരു ഒഫീഷ്യലിനെ കണ്ട് സംസാരിക്കുകയാണെങ്കിൽ പോലും നാട്ടിൽ ഉള്ള രീതിയിൽ ഒരിക്കലും നിൽക്കരുത്. എന്താണോ റൂൾ, സ്റ്റേ വിതിൻ ദ റൂൾ. ഒരിക്കലും അതിനെ ബെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ബൗണ്ടറിയുടെ അപ്പുറത്ത് കിടക്കാനോ നിങ്ങൾ നോക്കരുത്. ഇത് ഞങ്ങൾ ഒരു ഇൻഫർമേഷനായിട്ട് പറയുന്ന കാര്യമുള്ളൂ. കാരണം നാടല്ല, പുറത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ പെട്ടതാണ്. ബെസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ആൽക്കഹോളായിട്ട് നിങ്ങൾ മദ്യപിച്ച് വണ്ടി ഓടിച്ച് നിങ്ങളെ ബ്രത്ത് അനലൈസറിൽ പിടിച്ച ഇവിടുത്തെ $10,000 ആണ് ഫൈൻ. $10,000 എന്ന 6 ലക്ഷം രൂപയാണ് ഫൈൻ നാട്ടിലത്തെ. 6 ലക്ഷം രൂപ നിങ്ങൾ അടക്കണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാതെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കണോ എന്നുള്ളത് നിങ്ങളുടെ ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കയറി വരാനായിട്ടാണെങ്കിലും PR-ൻ്റെ ടൈപ്പുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എൻക്വയറി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ താഴത്ത് കമൻറ്റ് ഇടുക. ആ കമൻറ്റിൽ എന്നിട്ട് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇൻബോക്സിൽ നിങ്ങൾ കൊടുക്കുക. നമുക്ക് അപ്പോൾ ബാക്കി സംസാരിക്കാം. ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ച അതിന് മുമ്പത്തെ ആഴ്ചയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യത്തിന് അവർക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പേർക്കാളും നമുക്ക് റിപ്ലൈ പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കമ്മിങ് വീക്സ് നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ താങ്ക് യു. ബൈ.